ബോഡി റോൾ ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഇതാക്കുമ്പോൾ വെരി ഗുഡ്. വൺ സിംഗിൾ ടേക്കാണ്, വെരി ഗുഡ് പ്രൈസിങ്. ഞാൻ ഒന്ന് അടിച്ചു പൊളിക്കാൻ പോവാം. ഹലോ ഫ്ലൈവിലേഴ്സ്, വെൽക്കം ടു ദ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് XUV9S. ഈ എപ്പിസോഡിൽ ഞാൻ പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഡ്രൈവും എൻ്റെ ഈ വാഹനത്തോടുള്ള ഒപ്പീനിയൻസുമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് എന്തുകൊണ്ടാണ് രണ്ട് വീഡിയോ ആക്കിയെന്നുള്ള സംശയം ഉണ്ടാവും. ഇപ്പോൾ അത് മഹീന്ദ്രയുടെ ഒരു എംബാർഗോൻ്റെ ഒരു പ്രശ്നമായിരുന്നു. ആദ്യത്തെ ദിവസം, അതായത് നമ്മൾ ആ ഷൂട്ട് ചെയ്യുന്ന ദിവസം ആ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ മാത്രമാണ് സമ്മതിച്ചത്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ട് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വേവ്സ് ഉണ്ടാവുന്നു കോണ്ടന്റിന്, ഓബ്വിയസ്ലി ഫോർ ദാറ്റ് ഒരു കുറച്ചും കൂടി ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടാവുന്നു. ലെറ്റ്സ് ലീവ് ഓൾ ദാറ്റ്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു ഡ്രൈവിനെ കുറിച്ചും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് എൻ്റെ ഒപ്പീനിയൻ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ സോ അഗെയിൻ വെൽക്കം ടു ഫ്ലൈവിൽ ആൻഡ് ഞാൻ നന്ദു. ദിസ് ഇസ് ദി XUV9S. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ മോട്ടറും ഇതിൻ്റെ ഡ്രൈവും ഹാൻഡ്ലിങ്ങും സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്, പാക്ക് 3 അബവ് എന്ന് പറയുന്ന വേരിയൻറ്റ്. 4 വേരിയൻസ് ഉണ്ട് ശരിക്കും. പാക്ക് 1 അബവ്, പാക്ക് 2 അബവ്, പിന്നെ പാക്ക് 3യും പാക്ക് 3 അബവും. അതിൽ തമ്മിൽ ബേസിക് ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ പാക്ക് 3 അബോവിന് കുറച്ചും കൂടെ ഫീച്ചേഴ്സ് കൂടി, അതായത് ഈ ക്യാമറ പിന്നെ അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും കൂടിയിട്ടുണ്ട്. എഞ്ചിനൊക്കെ സെയിം തന്നെയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ബാറ്ററി ഓപ്ഷനും ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള പവർ വേരിയൻ്റ് ആയിട്ട് വരുന്നത് 280 ഹോഴ്സ് പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 380 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ടോർക്ക് ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ റേസ് മോഡിൽ ഇട്ടേക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ വെറുതെ കാലെടുക്കുമ്പോൾ തന്നെ ഇറ്റ്സ് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന ആ ടോർക്ക്. അത് എന്തൊക്കെ പറഞ്ഞാലും ഇറ്റ്സ് വെരി ഫൺ. ഇലക്ട്രിക് കാർസിൻ്റെ ആ ഇൻസ്റ്റൻറ്റ് ടോർക്കാണ് അതിൻ്റെ കംപ്ലീറ്റ് ഒരു ഫൺ എലിമെൻറ്റ് തന്നെ. ആൻഡ് ഐ ലവ് ഇറ്റ് എ ലോട്ട്. എനിക്ക് പിന്നെ ഇലക്ട്രിക് കാർസിൻ്റെ വേറൊരു കാര്യം ഇഷ്ടപ്പെട്ടത്, എല്ലാവരും എനിക്ക് ശ്രദ്ധിച്ചുകൊണ്ടെന്ന് അറിയത്തില്ല, ഇറ്റ് ഈസ് ഓൾവേസ് ഇൻ ഗിയർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാൻ ഇപ്പോൾ കുറച്ചൊരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ആക്സലറേഷൻ ആയിട്ട് ഇങ്ങനത്തെ ഒരു സെൻട്രിക് ഡ്രൈവിംഗ് ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും ഓൺ ഡിമാൻഡ് പവർ ഉണ്ട്. എനിക്ക് എപ്പോഴും ഇറ്റ് ഫീൽസ് ലൈക്ക് ഐ എം ഓൾവേസ് ഇൻ ഗിയർ. ഞാൻ കാല് കൊടുക്കുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഫ്ലൈയിങ് അക്രോസ്. ഇറ്റ്സ് വെരി നൈസ്. ഇനി ഇതിപ്പോൾ റേസ് മോഡിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഈ റേസ് മോഡിൽ തന്നെ ഒരു ബൂസ്റ്റ് മോഡ് എന്നൊരു ആക്ടിവേഷൻ കൂടെ ഉണ്ട്. അത് നമ്മൾ നേരത്തെയുള്ള XUV9-ക്കകത്തും BE6-നകത്തും കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ബൂസ്റ്റ് മോഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൂസ്റ്റ് മോഡ് നോട്ട് അവൈലബിൾ എന്ന് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ യൂട്ടിലൈസ് ഉണ്ടെങ്കിലും എവറി ഡേ മോഡിലിട്ടാണ് ബൂസ്റ്റ് മോഡ് കിട്ടുക. ബൂസ്റ്റ് മോഡ്, വെർ ഇസ് എ ബൂസ്റ്റ് മോഡ്? കം ഓൺ ബൂസ്റ്റ് മോഡ്. യാ, ബൂസ്റ്റ് മോഡ് ഇൻറ്ററപ്റ്റഡ്, ബൂസ്റ്റ് മോഡ് നോട്ട് അവൈലബിൾ എന്ന് കാണിക്കുന്നുണ്ട്. ആടണ വൈ എന്തായാലും ബൂസ്റ്റ് മോഡ് എന്നൊരു സാധനം കൂടെ ഉണ്ട്. അത് എപ്പോഴും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആക്ടിവേറ്റ് ആവുന്നില്ല. കമ്മിങ് ബാക്ക്, 4 മോഡുണ്ട്. ഒന്ന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവ് മോഡ്, പിന്നെ റേഞ്ച് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പവർ നല്ലപോലെ കുറച്ചിട്ടായത് നമ്മൾ ത്രോട്ടിൽ ചെയ്യുന്നതനുസരിച്ച് ഭയങ്കര കുറവായിട്ടുണ്ട്. പിന്നെ എവറി ഡേ മോഡ്, ഇറ്റ് ഈസ് എല്ലാം ഒന്ന് റിലീസ് ചെയ്തു, ഒന്നും കൂടെ നമുക്ക് എവറി ഡേ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ റേസ് മോഡിൽ പ്രോപ്പറായിട്ട് ആ ഫുൾ പവറും ടോർക്കും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അവൈലബിൾ ആവുന്നു. ഇനി ഇതിൻ്റെ ഒരു ഹാൻഡ്ലിംഗ് ആണ്. ഹാൻഡ്ലിംഗ് ഐ ഫീൽ ഇറ്റ് ഈസ് എ ബിറ്റ് ഒരു SUV ആണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. ഇത് കുറച്ച് ഹൈറ്റ് കൂടിയ വണ്ടിയാണ്, SUV ആണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ബോഡി റോൾ എന്തായാലും ഉണ്ടാവും. എന്തേ കണ്ട നമ്മളിപ്പോൾ ഇതിനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു ചെറിയ ബോഡി റോൾ ഉണ്ടാവും. പിന്നെ ഇതിപ്പോൾ ആ ഫുൾ റേസ് മോഡിൽ തന്നെ നമ്മളിപ്പോൾ ESP നമ്മൾ ഓഫാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഓണാക്കിയിട്ടുണ്ടെങ്കിലും ചെറിയൊരു ടയർ സ്പിന്നിങ് കാണലൊക്കെ ഉണ്ട്. ഇറ്റ് ഈസ് ഫൺ ഫോർ മീ, കാരണം ഞാൻ ഇത് എൻജോയ് ചെയ്യുന്ന ഒരാളുണ്ട്. പക്ഷേ അത്രയും എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരാളാണെങ്കിൽ ഇത്രയും പവർ കൂടിയ വണ്ടി ഒന്ന് കെയർഫുൾ ആവേണ്ട ആവശ്യമുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, കസ്റ്റമേഴ്സ്, എനിക്ക് തന്നെ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്, പവർ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ മഴയത്തൊക്കെ വാഹനം സ്കിഡ് ആവുന്നതിൻ്റെ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഇത് ഈ പവർ കൂടിയതിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ആൻഡ് നമ്മുടെ നാട്ടിലേക്ക് ഇത്രമാത്രം പവർ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ബട്ട് അത് കൺട്രോൾ ചെയ്യാൻ എന്തായാലും നിങ്ങൾ പഠിക്കാം. അതുകൊണ്ട് തന്നെ കമ്മിങ് ബാക്ക്, ഹാൻഡ്ലിംഗ് ഐ വെരി മച്ച് ഇറ്റ്സ് ഓക്കെ. കാരണം ഹൈറ്റ് കൂടിയ വണ്ടിയാണ്, ഇത് SUV ആണ്, വലിയ വണ്ടിയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ചെറിയൊരു ബോഡി റോൾ ഉണ്ട്. പിന്നെ ഇങ്ങനെ നമ്മൾ ഇതാക്കുമ്പോൾ ആ മേളത്തെ നമ്മൾക്ക് ഈ ഒരു മൂവ്മെൻറ്റും നല്ലപോലെ ഉണ്ട്. അതെന്തായാലും നമ്മൾ ഫീൽ ചെയ്യുകയും ചെയ്യും. കാരണം ഓബ്വിയസ്ലി ഇതൊരു ഹൈറ്റ് കൂടിയ വണ്ടിയാണ്. പിന്നെ ബ്രേക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ബൈറ്റ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ബൈറ്റ് ഉണ്ട്. ബ്രേക്ക് ബൈ വയർ ടെക്നോളജിയാണ് വന്നേക്കുന്നത്. 4 ഡിസ്ക് ബ്രേക്സാണ് വന്നേക്കുന്നത്. പിന്നെ ബ്രേക്ക് ബൈ വയറാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നമുക്ക് ബ്രേക്കിൻ്റെ മേളിലൊരു കൺട്രോൾ ഉണ്ട്. അതായത് നമ്മൾ പതുക്കെ കൊടുക്കാൻ വേണമെങ്കിൽ പിന്നെ കൂടുതൽ കൊടുക്കാം. അപ്പോൾ ബ്രേക്ക് ബൈ വയർ ആയതുകൊണ്ട് യു ക്യാൻ ഓൾട്ടർനേറ്റ് ഹൗ മച്ച് ബ്രേക്ക് ഇൻപുട്ട് യു ഗിവ്. അത് രസമായിട്ടുണ്ട്. പിന്നെ ഡൈനാമിക്സും ഞാൻ വീണ്ടും പറയുന്നു, ഡൈനാമിക്സും
എനിക്കൊരു ലോങ് ഡിസ്റ്റൻസ് ഒന്നും ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടില്ല. ആകപ്പാടെ വളരെ കുറച്ച് ദൂരെ ഓടിക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം ആകപ്പാടെ 2 മണിക്കൂറത്തേക്കാണ് ഈ വണ്ടി കിട്ടിയേക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ എൻ്റെ നേരത്തെ ചെയ്ത വീഡിയോയും ചെയ്തു, ആ റീൽ ഉണ്ടാക്കി, അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ ഡ്രൈവ് വീഡിയോയും ചെയ്തു. അതുകൊണ്ട് തന്നെ അധികം ഒന്നും ഡ്രൈവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഐ കാൺ പൂർണ്ണമായിട്ടൊരു എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന രീതിയിൽ ഐ ആം ഗിവിങ് മൈ ഒപ്പീനിയൻ. സീറ്റ്സ് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം കംഫർട്ടബിളാണ്. ഇപ്പോൾ ഞാൻ ഇത് ഓടിച്ചത്ര ദൂരങ്ങൾ വെച്ചിട്ട് അത്യാവശ്യം കംഫർട്ടബിളാണ്. തൈ സപ്പോർട്ട് ഡെഫിനറ്റ്ലി ലേശം കുറവുണ്ട്. പിന്നെ ഇതൊരു ചെറിയൊരു കുഴിക്കകത്ത് പോലെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് ലോങ് ഡിസ്റ്റൻസ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ലംബാർ സപ്പോർട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് പെയിൻ നമുക്ക് കുറേ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ആ ബാക്ക് ഏക്ക് ഉണ്ടാവുന്നത് അതൊക്കെ വി ക്യാൻ കൺട്രോൾ. A2 അഡ്ജസ്റ്റബിൾ സീറ്റ് വന്നേക്കുന്നു. ഞാൻ പറഞ്ഞു നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, മെമ്മറി സീറ്റ് ഫംഗ്ഷൻ വന്നേക്കുന്നതും അതൊക്കെ വെൽ ആൻഡ് ഗുഡ്. വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്, വെരി ഗുഡ്. സെക്കൻഡ് റോ പാസഞ്ചർ സീറ്റിനും വെന്റിലേറ്റഡ് സീറ്റ് വന്നേക്കുന്നു, വെരി വെരി ഗുഡ്. ഐ ആം ലവിങ് ഇറ്റ്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഈ നടുഭാഗത്ത് ഞാൻ പറയാൻ പറ്റുന്നില്ല. പിന്നെ ഇതിൻ്റെ റീജൻ മോഡ്സ് ആണ്. റീജൻ മോഡ് നമുക്ക് വന്നേക്കുന്നത് ഇവിടെ പ്ലസും മൈനസും കാണാം. അതിൽ നമുക്ക് റീജൻ 4 ലെവൽ ഓഫ് റീജൻ ഉണ്ട്, ലെവൽ 0 തൊട്ട് ലെവൽ 3 വരെ. പിന്നെ സിംഗിൾ പെഡൽ ഡ്രൈവ് നമുക്ക് ഓപ്ഷനായിട്ട് എടുക്കാൻ പറ്റും. അതിവിടെ ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് കിട്ടുന്നു. ഈ സ്റ്റിയറിംഗ് നേരത്തെ ഉണ്ടായിരുന്ന വണ്ടിയുടെ സെയിം സ്റ്റിയറിങ്ങിനാണ് വ്യത്യാസമില്ല. ഐ ആം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ഇറ്റ്. കാരണം നമ്മൾ ഈ സ്റ്റിയറിംഗ് പിടിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ 2 സാധനം വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു തടസ്സം പോലെയാണ്. പിന്നെ ഈ ബട്ടൺസൊക്കെ ഇവർ ഈ പറയുന്നത് ക്യാപ് കീ എന്നാണ് പറയുന്നത്, ക്യാപ് ടച്ച് ആണ്. അത് ഒരു ചെറിയൊരു ഹാപ്റ്റിക്കോട് കൂടിയിട്ടുള്ളൊരു സാധനമാണത്. അത് ഐ ഡോണ്ട് നോ, എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. ആ സെയിം ഒരു ഫീച്ചർ തന്നെയാണ് ഇവിടേക്കും ഈ ഒരു സെൻറ്ററിലെ കൺസോളിൽ ഈ ബട്ടൺസിലും വന്നേക്കുന്നത്. ബട്ട് ഈ ഒരു സാധനം ആയതുകൊണ്ട് തന്നെ ഈ പാനൽ മൊത്തം ഇളകുന്നത് ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞു. നോട്ട് എ ബിഗ് ഫാൻ. ഇറ്റ്സ് നോട്ട് റൈറ്റ്. ഇറ്റ് ഷുഡ് ബി കറക്റ്റ്. പക്ഷേ ബട്ടൺസ് നമുക്ക് ഇതൊരു ഹാപ്റ്റിക് പോലെ കിട്ടുന്നു. ഇറ്റ്സ് ഓക്കെ. നമുക്കിപ്പോൾ ക്യാമറ ഓഫ് ചെയ്യാം, കൺഫേം, ഓക്കെ. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞു 79 kWh ബാറ്ററിയാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ താഴത്തെ വേരിയൻറ്റിന് ഇപ്പോൾ 2 ബാറ്ററി ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെയും താഴത്തേനും 2 ബാറ്ററി ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നേരത്തെ വീട്ടിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ചാർജിങ് സ്പീഡാണ് ഒരു അടുത്ത ഘടകം പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആസ്പെക്റ്റാണ്. 180 kW ചാർജിങ് സ്പീഡ് സപ്പോർട്ട് ചെയ്യും. അതായത് 20 to 80 in വെറും 20 minutes. ശരിക്കും പറയുക നമ്മളൊരു ചായ കുടിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും 20 to 80% ചാർജ് നമുക്കാവും. ശരിക്കും ആ ഒരു റേഞ്ചിനാണ് എല്ലാ ഇലക്ട്രിക് വെഹിക്കിൾസിനെയും ഞാൻ റിവ്യൂവിൽ പറയലുണ്ട്. ഫുൾ ഒരു 0 to 100 ആക്കുന്നതിന് പകരം 20 to 80 ആണ് നമ്മൾ മാക്സിമം റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആ റേഞ്ചിലാണ് നമുക്ക് ഏകദേശം ഒരു 400 to 450 kilometers ഈ വാഹനത്തിനകത്ത് കിട്ടുന്നു അവർ പറയുന്നുണ്ട്. ബട്ട് ഐ ഫീൽ എഫക്റ്റീവ്ലി എന്തായാലും ഒരു 350 kilometers എങ്ങനെ പോലും കിട്ടേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഇത്ര നേരം വെറുതെ ഇട്ടേക്ക് വരുന്നു, എന്നിട്ട് പോലും നമുക്ക് ഇനിയും ഇപ്പോൾ 350-380 kilometers റേഞ്ച് കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾറെഡി 83% ചാർജും ആയിട്ടുണ്ട്. സോ അതിന് കൂടുതൽ എന്തായാലും കിട്ടും. നമുക്ക് ഇതിപ്പോൾ നിർത്തിയിട്ടുകൊണ്ടാണ് ഈ ഒരു റേഞ്ച് കാണിക്കുന്നത്. റീജിയനൊക്കെ വെച്ചിട്ട് എന്തായാലും കൂടേണ്ടതാണ്. സോ ആ റേഞ്ച് നമുക്ക് കിട്ടും. ആ റേഞ്ചിൽ തന്നെയാണ് നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യേണ്ടതും. ഈ ചാർജിങ് സ്പീഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ മഹീന്ദ്രയുടെ തന്നെ ചാർജിങ് പോയിൻറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. 180 kW ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന മഹീന്ദ്രയുടെ ചാർജിങ് പോയിൻറ്റ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ഓൾസോ എ ഗ്രേറ്റ് തിങ്. അതും ഒരു ഫുള്ളി ഇന്ത്യ ഒട്ടാകെ അവർ വരട്ടെ. അത് വന്നു കഴിഞ്ഞാൽ നമുക്കും എല്ലാവർക്കും ഗുണമുണ്ടാവും. പ്ലീസ് ഡു ബ്രിങ് ഇറ്റ്. ഇനി ഇതിൻ്റെ സ്ക്രീൻസൊക്കെ അത്യാവശ്യം നല്ല ലെജിബിളായിട്ടുണ്ട്, നമുക്ക് യൂസ്ഫുൾ ആയ രീതിയിലുള്ളതാണ്. ആൻഡ് നേരത്തെ എൻ്റെ XEV90 വീഡിയോയിലും BE6 വീഡിയോയിലും ഞാൻ ഈ സ്ക്രീനിൻ്റെ ക്വാളിറ്റിയും എല്ലാം പറഞ്ഞിരിക്കുന്നു. ഇറ്റ്സ് ഓൾ ദ സെയിം ആൻഡ് ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ഇതുപോലെ തന്നെ ഈ ക്യാമറയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈവ് ക്യാമറ നമ്മൾ എവിടെയെങ്കിലും ലോക്ക് ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോണിൻ്റെ അകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ലൈവായിട്ട് വിഷ്വൽസ് കാണാൻ പറ്റും. അതൊക്കെ വേറെ കുറേ ഇലക്ട്രിക് വെഹിക്കിൾസ്, പുറത്തുള്ള അമേരിക്കയിലുള്ള ഇലക്ട്രിക് വെഹിക്കിൾസിലുള്ള കുറച്ച് ഫീച്ചേഴ്സാണ്. ആൻഡ് ദേ ഇൻക്ലൂഡഡ് ഇറ്റ് ഇൻ ദിസ് വെഹിക്കിൾ, വിച്ച് ഇസ് എ ഗ്രേറ്റ്. അതും ഈ ഒരു പ്രൈസ് പോയിന്റിലാണ് അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, വിച്ച് ഇസ് വെരി ഗ്രേറ്റ്. അത് നമ്മുടെ സാധാരണ മനുഷ്യന് ഇതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അതിനൊരു പ്ലസ് പോയിന്റ്. ഞാൻ എൻ്റെ നേരത്തെ വാക്ക് അറൗണ്ട് വീഡിയോയിലത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്ക്രീനിൽ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റുന്നു, പക്ഷേ ഡ്രൈവ് ചെയ്യുമ്പോഴും അത് പക്ഷേ പ്രൈവസി സ്ക്രീനായിട്ടല്ല അത് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അതിലേക്ക് ശ്രദ്ധ മാറും, നമുക്ക് ശ്രദ്ധ തിരിയുന്നുണ്ട്. അത് ഒരു സേഫ്റ്റി പ്രോബ്ലം തന്നെയാണത്. അതിവിടെ ആ ഒരു പ്രശ്നമായിട്ടാണ് നിൽക്കുന്നു. പിന്നെ അടുത്ത് പറയേണ്ടിയിരിക്കുന്നത് ടേണിംഗ് സർക്കിളിനെ കുറിച്ചാണ്. 10 മീറ്റർ ടേണിംഗ് സർക്കിളാണ്. ഞാനിപ്പോൾ ഈ ഒരു ചെറിയ ഇന്നർ റോഡ്സാണിത്. ഈ ഇന്നർ റോഡിൽ വരെ നിഷ്പ്രയാസം ഒരൊറ്റ സിംഗിൾ ടേക്കിൽ എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ വീണ്ടും എടുക്കാം. ഇതിപ്പോൾ ഒരു 2 lane റോഡാണ്. 2 lane റോഡിൽ ഞാൻ ഈ സൈഡിൽ നിർത്തുന്നു, ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് 1 സിംഗിൾ ടേക്കാണ്.
അതും ഒരു 2 lane റോഡിൽ ഒരു സിംഗിൾ ടേക്കിലാണ് ഇത് എടുത്തേക്കുന്നത്. ദാറ്റ് ഈസ് എ ഹ്യൂജ് തിങ്. അത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അതെ, ഇതിപ്പോൾ ഇവിടെ ഒരു സ്കൂട്ടർ ഇരിക്കുന്നതുകൊണ്ടാണ് കിട്ടാത്തത്, കൊണ്ട് റിവേഴ്സ് എടുക്കേണ്ടി വരുന്നു. ലെവൽ 2 എഡാസ് വരുന്നുണ്ട് ഇപ്പോൾ ഇതിന്. ലെവൽ 2 എഡാസ് വിത്ത് ഫുൾ സൂട്ടാണ് വന്നേക്കുന്നത്. എല്ലാ ഫീച്ചേഴ്സും എല്ലാ സാധനവും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഈ പാക്ക് 3 അബോ എന്ന് പറഞ്ഞിരിക്കുന്ന വേരിയൻറ്റിന് ഇവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ ഡ്രൈവർ ഫോക്കസ്ഡ് ആയിട്ടുള്ള സെൻസറും കൂടെ വരുന്നുണ്ട്. അതാകുമ്പോൾ നമ്മുടെ ഡ്രൗസിനെസ് മീറ്ററും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. പിന്നെ നമുക്ക് ഈ ക്യാമറയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇത് പുറത്തേക്കുള്ള ക്യാമറയിൽ നമുക്ക് ഫുൾ ടൈം നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് ആ ഫുട്ടേജ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്. ആൻഡ് ദാറ്റ് ഓൾസോ എ ഗുഡ് തിങ്. ഇനി ഹെഡ് അപ്പ് ഡിസ്പ്ലേയും കൂടെ ഉണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഒക്കെ എല്ലാ വാഹനത്തിലും വരുന്നു. ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഇതിനും വരുന്നുണ്ട്. പ്രൈസും കാര്യങ്ങളൊക്കെ എൻ്റെ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് വെരി ഗുഡ് പ്രൈസിങ്. ഈ വാഹനമാണെങ്കിലും വളരെ നല്ല പ്രൈസിങ് ആയിട്ടുണ്ട്. ആൻഡ് ഐ ഫീൽ ഈ ഒരു സെഗ്മെൻറ്റ് ഓഫ് വെഹിക്കിളിനെ കൺസിഡർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഒരു 7 സീറ്റർ വെഹിക്കിൾ വേണമെന്നുണ്ടെങ്കിൽ, അതൊരു EV വെഹിക്കിളൊക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. നമുക്ക് ഇവർ പറയുന്നത് ഇതൊക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് 7 സീറ്റർ SUV ആണെന്നുള്ളത്. വേറെയും 7 സീറ്റർ ഉണ്ട്, ബട്ട് ദാറ്റ് ഇസ് എ ഡിഫറെൻറ്റ് കാറ്റഗറി എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇഫ് യു ആർ ഇൻ ദിസ് കാറ്റഗറി ആൻഡ് യു ആർ ലുക്കിംഗ് ഫോർ എൻ ഐസ് വെഹിക്കിൾ ഓൾസോ, ശരിക്കും ഇപ്പോൾ ഐസ് വെഹിക്കിളിൻ്റെ അതേ പ്രൈസിൽ അല്ലെങ്കിൽ അതിനേക്കാളും കുറവ് പ്രൈസിൽ ഇപ്പോൾ ഒരു ഇലക്ട്രിക് വെഹിക്കിളാണ് കിട്ടുന്നത്. അതിൻ്റേതായിട്ടുള്ള എക്കണോമിക്സ് വ്യത്യാസമുണ്ട്. ഇഫ് ഓൾ ദാറ്റ് ഇസ് പ്രോബബിൾ, നമുക്ക് ഇഫ് ഇറ്റ് ഇസ് നിങ്ങൾക്ക് അത്രമാത്രം ഓട്ടം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് കൺസിഡർ ചെയ്യാവുന്നൊരു കാര്യമാണ്. ആൻഡ് ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ടെസ്റ്റ് ഡ്രൈവ് ഇറ്റ്. ഇനി എന്തെങ്കിലും ഞാൻ ഈ ഒരു റിവ്യൂക്കകത്ത് മിസ് ഔട്ട് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് അബൌട്ട് ദ കാർ, നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അത് ചോദിക്കുക തന്നെ വേണം. ചോദിക്കൂ. ഐ വിൽ ഡെഫിനറ്റ്ലി ആഡ് ദാറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ് ആൻഡ് ഐ വിൽ പിൻ ഇറ്റ് ടു ദ ടോപ്പ്. സോ ഇതൊക്കെയായിരുന്നു ഈ പുതിയ XEV 9S വിശേഷങ്ങൾ. ഇനി മറ്റൊരു വെഹിക്കിളായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു വാഹനമോ മറ്റൊരു വിശേഷമോ മറ്റൊരു ഓട്ടോമോട്ടീവ് വാർത്തയായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് എ വീലിംഗ്. ഞാൻ ഒന്ന് അടിച്ചു പൊളിക്കാൻ പോവാം.